അവയർനെസ് മാർക്കറ്റിംഗ്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ബിസിനസ് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ 1970 ശേഷം ബിസിനസ് രംഗത്തുണ്ടായ കാതലായ ഒരു മാറ്റത്തിന്റെ സമയം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന മാർക്കറ്റിങ്ങിന്റെ ഒരു രൂപം ലോകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 1970-കളിലാണ്. അതിന്റെ കാരണം അന്നാണ് 60-കളുടെ ശേഷമാണ് ലോകത്ത് ടെലിവിഷൻ എന്ന ഒരു സംവിധാനം വ്യാപകമാകുന്നത്. ടെലിവിഷൻ എന്ന സംവിധാനം വ്യാപകമാകുമ്പോഴാണ് ഫിസിക്കൽ അല്ലാത്ത ഒരു മാർക്കറ്റിംഗ് രംഗം ആദ്യമായി ലോകത്ത് കടന്നു വരുന്നത്. അതുവരെ ഒരു പ്രോഡക്റ്റ് എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സറൗണ്ടിങ്സിൽ മാത്രം ഫിസിക്കൽ എക്സ്പീരിയൻസിലൂടെ മാത്രം അതിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. എന്നാൽ ഇന്നത് മാറി. ഇന്ന് 1970-കളിലെ ആദ്യത്തെ ചേഞ്ച് ടെലിവിഷനിലൂടെയുള്ള മാർക്കറ്റിംഗ് പ്രോസസ് ആയിരുന്നുവെങ്കിൽ അതിന്റെ ഒരു 30 വർഷത്തിനു ശേഷമാണ് ഇന്റർനെറ്റിന്റെ വ്യാപകമായ പ്രചാരം ലോകത്ത് നേടുന്നത്. അതാണ് പിന്നീടുണ്ടായ രണ്ടാമത്തെ വലിയ വിപ്ലവം മാർക്കറ്റിംഗ് രംഗത്ത്. ഇന്റർനെറ്റ് വന്നതോടുകൂടി പല രീതിയിൽ പലതരത്തിൽ ഗ്ലോബലൈസ്ഡ് ആയ രീതിയിൽ മാർക്കറ്റിംഗ് സാധ്യമായി. അത് വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയായി മാറി. ലോകത്ത് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ആളുകൾക്കുണ്ടായത് ഇന്റർനെറ്റിലൂടെ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടാനും അറിയാനും അനുഭവിക്കാനും അത് പർച്ചേസ് ചെയ്യാനുമുള്ള അവസരമുണ്ടായപ്പോഴാണ്. കാലം പിന്നെയും മാറി. പ്രൊഡക്റ്റ് തന്നെ ഡിജിറ്റലായി മാറി. ആദ്യം ഫിസിക്കൽ പ്രോഡക്റ്റ് ടെലിവിഷനുകളിലൂടെ കാണുവാനും അത് അനുഭവിക്കുവാനും അറിയുവാനുമുള്ള അവസരമായിരുന്നുവെങ്കിൽ പിന്നീട് വന്ന ഇന്റർനെറ്റ് വിപ്ലവം ഇന്റർനെറ്റിലൂടെ ഫിസിക്കൽ പ്രോഡക്റ്റുകളെ കാണാനും മനസ്സിലാക്കാനും ടെസ്റ്റിമോണിയൽ കേൾക്കുവാനുമുള്ള അവസരമായിരുന്നുവെങ്കിൽ അതിന്റെ മൂന്നാമത്തെ റെവല്യൂഷൻ എന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് ഡിജിറ്റലായി തന്നെ നൽകുവാൻ സാധിക്കുന്നു. ഫിസിക്കൽ അല്ലാത്ത പ്രോഡക്റ്റുകളും സർവീസുകളും ലോകത്ത് വ്യാപകമാകുന്നത് ഒരുപക്ഷെ കൊറോണയുടെ ആരംഭത്തോടു കൂടിയാണ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു സർവീസ് മോഡും ബിസിനസ് മോഡലുകളും ഒക്കെ മാറി. ഇന്ന് ലോകം അനുഭവിക്കുന്ന മാർക്കറ്റിംഗ് രംഗത്തെ ഏറ്റവും വലിയ ക്രൈസിസ് പ്രൊഡക്റ്റിന്റെ ആധിക്യമാണ്. എന്നാൽ എല്ലാ സെഗ്മെന്റിലും സെയിൽസ് കൂടി. ഏതു ഇൻഡസ്ട്രി നിങ്ങൾ എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഏറ്റവും സിമ്പിൾ ഫുഡ് ആൻഡ് ഗ്രോസറി, ഈ രണ്ട് ഇൻഡസ്ട്രികൾ എടുത്തു പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 10 വർഷം മുൻപുള്ളതിനേക്കാൾ ഇന്ന് ആ മേഖലയിലെ സെയിൽസ് കൂടി. എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ സെയിൽസ് കൂടി, മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ സെയിൽസ് കൂടി, എല്ലാ ഇൻഡസ്ട്രിയിലും സെയിൽസ് കൂടുതലാണ്. പക്ഷെ നമ്മൾ കാണുന്ന സംസാരിക്കുന്ന ബിസിനസ്സുകാർ മുഴുവൻ പറയുന്നത് ബിസിനസ്സിൽ വലിയ ക്രൈസിസ് ആണ്. യെസ് ഓർ നോ? എല്ലാ ഇൻഡസ്ട്രിയിലും ബിസിനസ് കൂടി, പക്ഷെ നമ്മളോട് സംസാരിക്കുന്നവർക്ക് ബിസിനസ് കിട്ടുന്നില്ല. എന്നാൽ ടോട്ടലി പോപ്പുലേഷന്റെ പർച്ചേസിങ് കൾച്ചർ വെച്ച് നോക്കുമ്പോൾ, ബയിങ് കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ആളുകളുടെ പർച്ചേസിങ് കൂടി. പഴയ കാലത്ത് ഒരു മനുഷ്യൻ ഒരു വർഷം എടുക്കുന്ന ഡ്രസ്സുകളുടെ മാക്സിമം നമ്പർ 3 or 4 ആയിരുന്നുവെങ്കിൽ ഇന്ന് ഓരോ സെലിബ്രേഷൻ ഓരോ ഡ്രസ്സാണ്. മിനിമം 10ഉം 15ഉം വസ്ത്രം ഒരാൾ ഒരു വർഷം എടുക്കുന്നു. പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ ആവറേജ് എടുത്തു നോക്കിയാൽ ട്രെൻഡിയായ ഫുഡുകളും ട്രെൻഡിയായ ടൈമുകളും പുതിയ ഒരുപാട് ഫുഡ് കൾച്ചറുകളും ഇന്ന് വന്നു. എല്ലാ മേഖലയും മനുഷ്യനുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിലും ഇന്ന് സെയിൽസ് കൂടുതലാണ്. പക്ഷെ പലർക്കും അത് ലഭിക്കുന്നില്ല. പലരുടെയും ഡിസ്കഷൻ അത് അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം, പണ്ട് കസ്റ്റമറിന് ആവശ്യമുള്ളത് വാങ്ങാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കസ്റ്റമറിന്റെ ആവശ്യത്തിലധികമുള്ള ഓപ്ഷനുകൾ ഇന്ന് കിടക്കുന്നു. ഇന്നലെ ധനം മാസിക ഒരു ന്യൂസ് പുറത്തുവിട്ടു. ആ ന്യൂസ് കേരളത്തിൽ 1 കോടി വീടുകൾ തികഞ്ഞു എന്നതാണ് ന്യൂസ്. ഹലോ, കേരളത്തിൽ 1 കോടി വീടുകൾ തികഞ്ഞു. കേരളത്തിൽ ആകെയുള്ളത് 3.5 കോടി മനുഷ്യരാണ്. 3.5 കോടി മനുഷ്യരിൽ 80 ലക്ഷം ആളുകൾ പ്രവാസികളാണ്. ബാക്കി 2.25 കോടി ആളുകൾക്ക് 1 കോടി വീടുകൾ. അപ്പോൾ ഒരു വീട്ടിൽ 2.5 ആളുകൾ മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യമുള്ളതിലധികം വീടുകൾ ഇവിടെ കിടക്കുന്നു എന്നർത്ഥം. ആവശ്യമുള്ളതിലധികം പ്രോഡക്റ്റുകൾ ഇവിടെ കിടക്കുന്നു. ആവശ്യമുള്ളതിലധികം ഓപ്ഷൻസുകൾ കസ്റ്റമറിന്റെ മുമ്പിൽ കിടക്കുന്നു.
കസ്റ്റമറിന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിന്റെ ഫീച്ചർ പഠിക്കാനല്ല സമയം ചിലവഴിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മൊബൈൽ എടുക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചറുള്ള ഏത് മൊബൈൽ ഉണ്ട് എന്നതിനേക്കാൾ നിങ്ങൾ സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന 3 മൊബൈലുകളിൽ നിങ്ങൾ ഏത് എടുക്കണം എന്നുള്ളതിനാണ്. ഇസ് ഇറ്റ് കറക്റ്റ്? കസ്റ്റമറിന്റെ കൺഫ്യൂഷൻ, ഞാൻ എന്തിനെ ഫോക്കസ് ചെയ്യണം? എന്റെ മുമ്പിൽ യഥേഷ്ടം അവസരങ്ങളുണ്ട്. നമുക്ക് മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇന്നത്തെ സെഷൻ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ഈ വിഷയം നമ്മളുടെ കോൺഫിഡൻസുമായി കൂടി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ കസ്റ്റമർ വാങ്ങണം എന്നുള്ളത്. കസ്റ്റമറിന് നമ്മുടെ തന്നെ വാങ്ങണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇസ് ഇത് കറക്റ്റ് ഓർ നോട്ട്? കസ്റ്റമറിന്റെ മുൻപിൽ 100 ഓപ്ഷൻസ് ഉണ്ട്. നമ്മളൊരു കസ്റ്റമർ ആണ് എന്ന് ചിന്തിക്കുക. എനിക്ക് വേണ്ടത് ഒരു മൈലാഞ്ചിയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഷോപ്പിൽ ചെന്നാൽ അവിടെ 5 തരത്തിലുള്ളത് ഒരു ബോക്സിൽ തന്നെ വച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, ഇതിലേതാണ് ബെസ്റ്റ്, ഏതാണ് നല്ലത്? ചില ബ്രാൻഡഡ് കമ്പനികൾ ഉണ്ടാവും. ആ ബ്രാൻഡഡ് കമ്പനികൾക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായും പ്രോഫിറ്റ് ഉള്ളതിനെയാണ് സെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. യെസ് ഓർ നോ? ഒരു ട്രേഡറിൽ നിന്നാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ ബാക്കിയുള്ളതിനുള്ള പ്രോഫിറ്റ് 5-ഉം ഏതോ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് 15-ഉമാണ് എങ്കിൽ ആ 15 പ്രോഫിറ്റ് ഉള്ള പ്രോഡക്റ്റിനെയാണ് അദ്ദേഹം എപ്പോഴും കസ്റ്റമറിന് സെല്ല് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ലാസ്റ്റിംഗ് ഉള്ള പ്രോഡക്റ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം അദ്ദേഹം നമ്മളെ ചുവപ്പിക്കാനിരിക്കുന്നില്ല, അദ്ദേഹത്തെ വെളുപ്പിക്കാനിരിക്കുന്നതാണ്. യെസ്, ഇതാണ് ട്രേഡിംഗ് ത്രൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം. നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആണ്. അപ്പോഴും കസ്റ്റമറിന്റെ മുമ്പിൽ യഥേഷ്ടം ഓപ്ഷൻസുകൾ ഉണ്ട്. എന്താണ് ഓപ്ഷൻസുകൾ? ഞാൻ ഏത് പർച്ചേസ് ചെയ്യണം? ഐ റിപ്പീറ്റ്, നമ്മുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ ഈ കസ്റ്റമർ വാങ്ങണം എന്നുള്ളത്. കസ്റ്റമറിന്റെ മുൻപിൽ 100 ചോയ്സുകൾ ഉണ്ട്. 100 ചോയ്സുകളുള്ള കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ വാങ്ങാനുള്ള കാരണം എന്താ? അതിന് ചില മാർക്കറ്റിംഗ് ടൂളുകൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവയർനെസ് മാർക്കറ്റിംഗ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ അവയർനെസ് മാർക്കറ്റിംഗ് ആണ്. എന്താണ് അവയർനെസ് മാർക്കറ്റിംഗ്? നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഫാബും അതോടൊപ്പം തന്നെ അതിന്റെ USPയും. എന്താണ് ഫാബ്? നേരത്തെ നമ്മൾ ഡിസ്കഷൻ നടത്തിയാണ്. ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ്സ്. ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ്സ്. എന്താണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ്? എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്? ഈ 3 സെഗ്മെന്റ് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമത്തേത്, ഒരു കസ്റ്റമർ ഇതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ബെനിഫിറ്റ്സും ഒക്കെ പഠിച്ചു. പിന്നെ ആ കസ്റ്റമറിന്റെ മുൻപിലുള്ളത് പ്രയോറിറ്റി മാനേജ്മെന്റ് ആണ്. ഓ ശരിയാണ്, ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മെഷീൻ നിർബന്ധമാണ്, പക്ഷെ ഇപ്പൊ വാങ്ങണോ? നെക്സ്റ്റ് ഇയറിൽ വാങ്ങാം. യെസ്, ദാറ്റ് ഈസ് പ്രയോറിറ്റി മാനേജ്മെന്റ്. ഏത് പ്രയോറിറ്റിയാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്? അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞത്, കസ്റ്റമറോട് നമ്മൾ വിൽക്കുന്നത് എഡ്യൂക്കേഷൻ ഡിജിറ്റൽ പ്രോഡക്റ്റുകളാണ്. കസ്റ്റമറോട് നമ്മൾ കസ്റ്റമറും കൺസ്യൂമറും ഓർമ്മയുണ്ടാവും. ആരാണ് കസ്റ്റമർ? നമ്മളിത് സെല്ല് ചെയ്യുന്നത് ഒരു പാരന്റിനാണ്, അദ്ദേഹം കസ്റ്റമർ ആണ്. അതിന്റെ അതിന്റെ സ്റ്റുഡൻസ് ആണ്, അവരതിന്റെ കൺസ്യൂമേഴ്സ് ആണ്. നമ്മളൊരു കസ്റ്റമറിനോട് സംസാരിക്കുമ്പോൾ ആ കസ്റ്റമറിന്റെ മനസ്സിലുള്ള ഫീലിംഗ്, ഇത് ആവശ്യമാണ്, പർച്ചേസ് ചെയ്യേണ്ടതാണ്, ബട്ട് നോട്ട് നൗ എന്ന ഫീലിങ്സ് ഉണ്ട് എങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ്, നിങ്ങളുടെ കുഞ്ഞ് അടുത്ത വർഷവും വേറെ ക്ലാസ് പഠിക്കുന്നുണ്ടായിരിക്കും, അടുത്ത വർഷവും വേറെ പഠനം അവിടെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ വർഷത്തെ മെറിറ്റ്, ഈ വർഷം അവന് 2 മാർക്ക് ഏറെ കിട്ടുക എന്നുള്ളത്, ഈ വർഷം അവൻ 10th-നാണെങ്കിൽ ആ 2 മാർക്ക് അവന്റെ +1-ന്റെ അഡ്മിഷനെ അല്ല ബാധിക്കുന്നത്, മറിച്ച് അവന്റെ ലൈഫിന്റെ റൂട്ടിനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. യെസ്, അവന്റെ ലൈഫിനെ റൂട്ടിനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് എന്ന ഫീലിങ്സ്, അവിടെ ഒരു ഫിയർ മാർക്കറ്റിംഗ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ പ്രോഡക്റ്റിന്റെ കൾച്ചർ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതു രീതിയിലാണ്? നേരത്തെ നമ്മൾ ഇമോഷണൽ മാർക്കറ്റിംഗ് പറഞ്ഞിരുന്നു. ചില പ്രോഡക്റ്റുകൾ നമ്മൾ വിൽക്കുന്നത് ഫിയർ ഓറിയന്റഡ് ആണ്.
വാക്സിൻ എടുത്തില്ലെങ്കിൽ കാര്യം കഷ്ടമാണ് എന്ന ബോധമുള്ളത് കൊണ്ടാണ് പല ആളുകളും വാക്സിന് വേണ്ടി ക്യൂ നിന്ന് ആ ക്യൂവിൽ നിന്ന് പോലും കൊറോണ ഉണ്ടായത്. എന്നിട്ടും അവിടെ ക്യൂ നിൽക്കാനുള്ള കാരണം എന്താ? വാക്സിൻ ഇല്ല എങ്കിൽ എന്റെ കാര്യം പിടുത്തം വിടും എന്ന ഫിയർ അവിടെ അന്ന് കൊടുത്തത് കൊണ്ടാണ്. വാക്സിൻ എടുത്തുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ പിന്നീടാണ് ലോകം അറിഞ്ഞത്. പക്ഷെ എന്തിന് ആളുകൾ അവിടെ തിരക്കി എന്ന് ചോദിച്ചാൽ അത് ഫിയർ ഓറിയന്റഡ് ആയ മാർക്കറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഈ പ്രോഡക്റ്റിനെ എങ്ങനെയാണ് വിൽക്കേണ്ടത്? ഒരേ സമയം എല്ലാ ഇമോഷൻസിനെയും നമുക്ക് എഡ്യൂക്കേഷൻ സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തേത്, നിങ്ങളുടെ കുഞ്ഞ് ഇതെടുത്തില്ലെങ്കിലും വിജയിക്കും, പക്ഷെ അവന് +1 ആഗ്രഹിച്ച സീറ്റ് കിട്ടണമെന്നുണ്ട് എങ്കിൽ, അവൻ ഏറ്റവും നല്ല ഒരു സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ട് എങ്കിൽ, അവന്റെ എക്കാലത്തെയും അവന്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ അവന്റെ 10th മാർക്കും ഗ്രേഡും പരിശോധിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ വർഷം അവന് ഈ ഓപ്ഷൻസ് കൊടുത്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്താണ് ഒന്നാമത്തെ വിജയം. അതാണ് അവയർനെസ് മാർക്കറ്റിംഗിന്റെ ഫിയർ ഓറിയന്റഡ് ആയ തരം. രണ്ടാമത്തേത്, എഡ്യൂക്കേഷൻ പ്രസ്റ്റീജിയസ് ആണ്. എന്റെ കുഞ്ഞിന് ഫുൾ ഗ്രേഡ് ഫുൾ മാർക്ക് എന്നത് ഒരു പേരന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഒരു സ്പേസ് ആണ്. ആ റിസൾട്ട് ഏറ്റവും ഹാപ്പിനെസ് ആയ ഒരു മൂമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. അവയർനെസ് മാർക്കറ്റിംഗ് ഫിയർ ഓറിയന്റഡ് ആയ, ഹാപ്പിനെസ് ഓറിയന്റഡ് ആയ, പ്രസ്റ്റീജിയസ് ഓറിയന്റഡ് ആയ എല്ലാ ഇമോഷൻസിനെയും കണക്ട് ചെയ്ത് നമുക്കിതിനെ അവരെ ബോധ്യപ്പെടുത്താനുള്ള അവസരമുണ്ട്. അവയർനെസ് മാർക്കറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് സെല്ല് ചെയ്യുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ ആ കസ്റ്റമറിന് ഇതിനെക്കുറിച്ച് ഉണ്ടാവണം. നമുക്ക് എന്തറിയുന്നു അത് കസ്റ്റമറിനോട് പറയുന്നു എന്നതിന് പകരം കസ്റ്റമറിന് എന്തറിയേണ്ടതുണ്ട് അത് നമ്മൾ പറയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഐ റിപ്പീറ്റ്, നമുക്ക് എന്തറിയുന്നു അതല്ല കസ്റ്റമറിന് കേൾക്കേണ്ടത്. കസ്റ്റമറിന് എന്താണ് വേണ്ടത് അത് നമുക്ക് പറയാൻ അറിയുമോ, നമ്മൾ അത് പറയുന്നുണ്ടോ? അവിടെ മാത്രമേ സെയിൽസ് കിട്ടൂ. അല്ല എങ്കിലോ നമ്മൾ ഒരു 5 പ്രസന്റേഷൻ നടത്തും, എന്നിട്ട് പറയും ഇതിനെന്തോ പ്രശ്നമുണ്ട്, ഇത് വർക്കൗട്ട് ആകുന്നില്ല. ഹലോ, ഇതിനെന്തോ ചില ഒബ്ജക്ഷനുകൾ ഉണ്ട്, ഇത് വർക്കൗട്ട് ആകുന്നില്ല. എവിടെയാണ് ഈ ഒബ്ജക്ഷൻ വരുന്നത്? അവയർനെസ് മാർക്കറ്റിംഗിന്റെ ഏറ്റവും ഗൗരവമുള്ള തലം അതാണ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കൃത്യമായ മെസ്സേജുകൾ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുന്നു. അതാണ് അവയർനെസ് മാർക്കറ്റിംഗ്. അപ്പോ അവിടെ നമ്മൾ കമ്പാരിസൺ നടത്തേണ്ടി വരും. അവിടെ നമ്മൾ മറ്റുള്ളതുമായി താരതമ്യപ്പെടുത്തി നമ്മുടെ ഇതിന്റെ മെറിറ്റും അതിന്റെ ഡീമെറിറ്റും എന്താണ് എന്ന് പറയേണ്ടി വരും. അവിടെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രോഡക്റ്റ് നോർമലി അതിൽ നിന്ന് ലഭ്യമല്ലാത്ത എന്ത് ഫീച്ചേഴ്സ് ആണ് നമുക്കിതിലൂടെ കൊടുക്കാൻ പറ്റുക എന്ന് പറയും. എക്സാമ്പിൾ, ഒരു പുതിയ വാഹനം മേടിക്കാൻ വേണ്ടി ഞാൻ കിയ ഷോറൂമിൽ ചെന്നു. അപ്പോ ഞാൻ അതിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ്, എന്താ പറയാ, ചില ആഡ് ഓൺസുകൾ അതിലേക്ക് ചെയ്യാനുണ്ട്, അഡീഷണൽ ഫിറ്റിങ്സുകൾ ചെയ്യാനുണ്ട്. ആ ഫിറ്റിങ്സിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അതുപോലെ അതിന്റെ സെറാമിക് കോട്ടിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പം അവരുടെ പ്രൈസ് 10,000 രൂപ കൂടുതലാണ്. ശ്രദ്ധിക്കണേ, അവരുടെ പ്രൈസ് 10,000 രൂപ കൂടുതലാണ്. 40,000 രൂപ പ്രൈസ് പറഞ്ഞു. പുറത്ത് നല്ല ഭംഗിയായി വർക്ക് ചെയ്യുന്ന ടീം അവർ 30,000 രൂപ പ്രൈസ് പറഞ്ഞു. ഞാനപ്പോ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ഡിസ്ട്രിക്റ്റിലുള്ള 3 കമ്പനികളുടെ ഈ വർക്ക് ഞാനാണ് ചെയ്യുന്നത്. ഹലോ, അപ്പോ കമ്പനി ആ വർക്ക് നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുന്നു, 40,000 ബില്ല് ചെയ്യുന്നു, 30,000 രൂപക്ക് ഇവർക്ക് കൊടുക്കുന്നു, 10,000 രൂപ അവർ പ്രോഫിറ്റ് എടുക്കുന്നു. യെസ്. പക്ഷേ അവിടെ ഒരു കൃത്യമായ അവയർനെസ് മാർക്കറ്റിംഗ് അവർ നടത്തുന്നു. അവരെന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾക്ക് വേണേ പുറത്തു പോയിട്ട് ചെയ്യാം, നോ ഇഷ്യൂ. ചിലപ്പോ കുറച്ച് പൈസ കുറഞ്ഞും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടേത് ഓതറൈസ്ഡ് ആയ ടീമാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ഓതറൈസ്ഡ് ആയ ടീമാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിന് 3 വർഷം ഗ്യാരണ്ടി ഉണ്ട്. നെക്സ്റ്റ് ഇയർ ഇതിന് പോളിഷിംഗ് ഉണ്ട്, 3rd ഇയർ ഇതിന്റെ പോളിഷിംഗ് ഉണ്ട്. നിങ്ങൾ അടുത്ത വർഷം ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്ത പെയിന്റുകാരൻ അവിടെ ഉണ്ടായിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ കമന്റ്, ഞാൻ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ്, ഞാൻ പോയാലും ഈ കമ്പനിയും ഈ ഫീച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും. യെസ്. കസ്റ്റമർ എന്ത് ചിന്തിക്കും? ആ, ശരിയാണ്. അപ്പോഴാണ് ഇതിന് മുമ്പുണ്ടായിരുന്ന പെയിന്റിംഗ് ഷോപ്പ് ഒഴിവാക്കിയിട്ടായിരിക്കും അവിടെ പുതിയ ആൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇയാളുടെ ഓർമ്മയിലേക്ക് വരിക. അപ്പൊ അവിടെ ഒരു ഫിയർ കണക്ട് ചെയ്തു. ഞാൻ അവിടെ കൊടുത്താല് അവരവിടെ ഉണ്ടായിക്കോണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതൊരു കമ്പനിയാണ്, അതുകൊണ്ടുണ്ടാവാം.
നമ്മളെ കയ്യിൽ നിന്ന് 10,000 ഏറെ വാങ്ങാൻ അവൻ കണ്ടെത്തിയ ടൂൾ എന്തായിരുന്നു? ഡ്യൂറേഷൻ ആയിരുന്നു. 3 വർഷം അവൻ ഉണ്ടായിക്കൊള്ളും എന്ന് യാതൊരു നിർബന്ധവുമില്ല. യെസ്. ആ ഒരൊറ്റ പോയിന്റ് ഓഫ് അവയർനെസ്സിലാണ് ആ ഷോറൂമുകൾക്ക് ഈ വർക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നമ്മളിലേക്ക് വരിക. എന്തു അവയർനെസ് പോയിന്റ് ആണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഈ വിഷയത്തിൽ കൊടുക്കുന്നത്? അത് കൊടുക്കണമെങ്കിൽ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഈ ഒരൊറ്റ വാക്കിനാണ്. അത് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം സെൽഫ് അവെയർ ആയിരിക്കണം. നമ്മുടെ സെൽഫ് അവയർനെസ് എത്രത്തോളം കുറവാണോ അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. നമ്മുടെ സെൽഫ് അവയർനെസ് എത്രത്തോളം കുറവാണോ അത്രത്തോളം നമുക്കുള്ള ഒബ്ജക്ഷൻസ് കൂടുതലായിരിക്കും. നമ്മുടെ സെൽഫ് അവയർനെസ് എത്രത്തോളം കുറവാണോ അത്രത്തോളം നമ്മളുടെ ഉള്ളിൽ വിഡ്രോ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. കാരണം വി ആർ നോട്ട് കോൺഫിഡന്റ് അബൌട്ട് അവർ പ്രോജക്റ്റ്. അക്ഷരാർത്ഥത്തിൽ ഇതാണ് പലർക്കും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ഇതിനെക്കുറിച്ച് നെഗറ്റീവായ പല കമന്റുകളും സംസാരിക്കുവാനുള്ള കാരണം നമ്മൾ എന്താണ് വിൽക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കില്ല. എന്റെ കയ്യിൽ 2 പേനയുണ്ട്. ഈ 2 പേന പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ എനിക്ക് വിൽക്കേണ്ടത് ഇതാണ് എങ്കിൽ, പല ഷോപ്പുകാരും അങ്ങനെയാണ്. ഇതൊരു ബ്രാൻഡഡ് കമ്പനിയാണ്. ഈ ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു പേന, ഒരു പാക്കറ്റ് 100 രൂപക്ക് ഒന്നിന് 10 രൂപ വെച്ച് വിൽക്കുകയാണെങ്കിൽ മാക്സിമം അവർക്ക് ഒന്നിന് 1 രൂപയാണ് പ്രോഫിറ്റ് കിട്ടുക. ഇത് ഞാൻ പാക്ക് മേടിക്കുമ്പോൾ 70 രൂപക്ക് തരും. കാരണം ചിലപ്പോൾ അവർക്ക് ഇത് 55 രൂപക്ക് കിട്ടും. അപ്പൊ ഇതൊന്ന് വിറ്റാൽ അവർക്ക് 4.5 രൂപ കിട്ടും. ഇതൊന്ന് വിറ്റാൽ അവർക്ക് 1 രൂപ കിട്ടും. അവരെന്താ പറയാ? ഇത് ജെല്ലി ടൈപ്പ് ആണ്, പെട്ടെന്ന് ഇതിലെ മഷി തീരും, നിങ്ങൾക്ക് നല്ലത് ഇതായിരിക്കും. ഹലോ, സിമ്പിൾ, വേറെ ഒന്നുമില്ല. ഇത് പെട്ടെന്ന് മഷി തീർന്നാണ്, നിങ്ങൾക്ക് കൂടുതൽ എഴുതാൻ സൗകര്യം ഉണ്ടായിരിക്കുക ഇതാണ്. ഇത് പിൻ പോയിന്റ് ആണ്. അപ്പം വളരെ നേർവ്സ് ആയ റൈറ്റിങ്സ് നിങ്ങൾക്ക് കിട്ടും. ഇത് വളരെ ബോൾഡ് ആണ്. ഇതിന്റെ മഷി പേപ്പർ ക്വാളിറ്റി ഇല്ലെങ്കിൽ ബാക്കിലേക്ക് അത് കാണും, ഓപ്പോസിറ്റ് സൈഡ് എഴുതാൻ കഴിയില്ല. ക്ലിയർ ആണല്ലോ? ഈ 3 പോയിന്റ് പറഞ്ഞാൽ കസ്റ്റമർ ഇത് വാങ്ങും. അക്ഷരാർത്ഥത്തിൽ കസ്റ്റമർ ഇത് വാങ്ങിയാലാണ് ഇദ്ദേഹത്തിന് 3x പ്രോഫിറ്റ് ഉള്ളത് എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ഹൈലൈറ്റ് ചെയ്തത്. ഇനി നേരെ തിരിച്ച് ഒരാൾക്ക് വിൽക്കേണ്ടത് ഇതാണ് എങ്കിൽ അദ്ദേഹത്തിന് ഇതിന് വലിയ പോയിന്റ്സ് അയാളുടെ കയ്യിലുണ്ടായിരിക്കും. എന്താണ്? ഇത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ കമ്പനിയാണ്. ഈ പേന വെച്ച് നിങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയി സൈൻ ചെയ്യാൻ ഈ പേന എടുക്കുന്നതിന് അതിനെന്തുണ്ട്? ഒരു ബ്രാൻഡ് ഉണ്ട്. യെസ്, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇത് ജെല്ലി ടൈപ്പ് ആണ്. വളരെ സ്മൂത്തി റൈറ്റിംഗ്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഒരിക്കലും എഴുതിയാൽ നിങ്ങളുടെ കൈ കടയില്ല. വളരെ സ്മൂത്ത്നെസ് ഉള്ളതാണ് ഇതിന്റെ പേന. ക്ലിയർ? മൂന്നാമത്, റൈറ്റിംഗ്സ് വളരെ ബോൾഡ് ആണ്. നിങ്ങൾ എഴുതിയത് വളരെ കൃത്യമായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. ഹലോ, എന്താണ് എനിക്ക് വിൽക്കേണ്ടത്? ആ വിൽക്കേണ്ടതിനെ കുറിച്ച് എന്റെ കയ്യിൽ കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത് കൃത്യമായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റൂ. മീൻ മേടിക്കാൻ വേണ്ടി ചെന്നു. മീൻകാരൻ പറഞ്ഞു, ഞാനൊരു മീൻ ചൂണ്ടിക്കാണിച്ചപ്പോ, മാഷെ നിങ്ങളിത് എടുക്കണ്ട. ഹലോ, മാഷെ നിങ്ങളിത് എടുക്കണ്ട, നമ്മളോടൊക്കെ പറയുന്നുണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം വേറൊന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പൊ സ്വാഭാവികമായും അവിടെ എന്തായി? അയാൾ എന്നെ പ്രൊട്ടക്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഒരു ഫീലിംഗ് എനിക്ക് തന്നു. ഞാൻ അയാളെ ട്രസ്റ്റ് ചെയ്തു. ഞാനിത് വാങ്ങി. ഞാൻ പോയി. വേറൊരാൾ വന്നു. അദ്ദേഹം ഞാൻ എന്താണോ ഈ വ്യക്തി എനിക്ക് തന്ന മീൻ അത് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, മാഷെ നിങ്ങളത് എടുക്കണ്ട, ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച മീൻ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു. ഹലോ, മനസ്സിലായല്ലോ? അവർക്ക് ആവശ്യമുള്ളത് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങളെ ഞാൻ കെയർ ചെയ്തു എന്ന ഫീലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രോസസ്സിങ് അവിടെ നടന്നത്. യെസ്. രണ്ടാമത്തേത്, ഞാനൊരു മീൻ ചൂണ്ടിക്കാണിച്ചു, അദ്ദേഹം അത് തന്നില്ല. വേറൊന്ന് എന്നോട് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് നല്ല, അത് എടുക്കണ്ട, അത് കുറച്ച്. യെസ്, അത്രേ പറയുള്ളൂ, വേറൊന്നും പറയില്ല. അതിന് പല അർത്ഥമുണ്ട്. ഓൾഡ് ആയിരിക്കാം, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയിരിക്കാം, പല കാരണങ്ങൾ പറയാം. പിന്നെ മീൻകാരനോട് ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് അത് കൊടുക്കാതിരുന്നത്? അപ്പൊ അയാളുടെ മറുപടി എന്താ അറിയോ? അതിവിടെ ആർക്കും കൊടുക്കാം, അതെല്ലാരും വാങ്ങാൻ സാധ്യതയുള്ള സാധനമാണ്, ഇത് അദ്ദേഹത്തിനെ മാത്രമേ പറ്റിക്കാൻ പറ്റുള്ളൂ. അവയർനെസ് മാർക്കറ്റിംഗ്.
നമ്മൾ എന്തിനെ കുറിച്ച് അവെയർ ആണ്? നമ്മളുടെ പ്രോഡക്റ്റ് സാൻവോസിറ്റി ആണ്. എന്താണ് സാൻവോസിറ്റി? എഡ്യൂക്കേഷൻ പ്രോഡക്റ്റ് ആണ്. എന്ത് എഡ്യൂക്കേഷൻ? റെഗുലർ എഡ്യൂക്കേഷൻ. അപ്പൊ രക്ഷിതാവിന്റെ ഒന്നാമത്തെ കൺഫ്യൂഷൻ, എന്റെ കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ടല്ലോ, എന്റെ കുഞ്ഞ് ട്യൂഷന് പോകുന്നുണ്ടല്ലോ. ഹലോ, എന്റെ കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ട്, എന്റെ കുഞ്ഞ് ട്യൂഷന് പോകുന്നുണ്ട്, പിന്നെ എന്തിനാ നിങ്ങളുടെ ആപ്ലിക്കേഷൻ? അവിടെയാണ് ഒന്നാമത്തെ അവയർനെസ് മാർക്കറ്റിംഗിന്റെ ഉത്തരം. നിങ്ങളുടെ കുഞ്ഞ് ട്യൂഷന് പോകുന്നതും നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിൽ പോകുന്നതും കുഞ്ഞിന്റെ പ്രിഫറബിൾ ടൈം അല്ല, സ്കൂളിന്റെ പ്രിഫറബിൾ ടൈമാണ്. ഒന്നാമത്തെ പോയിന്റ്. അത് സ്കൂളിന്റെ പ്രിഫറബിൾ ടൈമാണ്, ട്യൂഷൻ സെന്ററിന്റെ പ്രിഫറബിൾ ടൈമാണ്. ഒരിക്കലും ഒരു കുഞ്ഞിന്റെ പ്രിഫറബിൾ ടൈം അല്ല. ക്ലിയർ? രണ്ടാമത്തേത്, സ്കൂളിൽ പോകുന്നു രാവിലെ. രക്ഷിതാവിനോട് നേരെ ചോദിക്കുക, നിങ്ങളൊരു സ്കൂളിൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെ ഇരുന്നില്ലേ? എന്നിട്ട് 10 to 4 ഫുൾ ക്ലാസ് നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സോട് കൂടി തന്നെയാണോ കേട്ടിരുന്നത്? അല്ലല്ലോ, ഒരിക്കലുമല്ല. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്നപ്പം, നിങ്ങൾ ഒരു ദിവസം 6 പീരീഡ് ക്ലാസ് ഇരുന്നപ്പം ഈ 6 ക്ലാസ്സും നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സോട് കൂടി കേൾക്കാൻ പറ്റിയോ? ഇല്ല. പല ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. ചില സമയത്ത് ഭക്ഷണം കൂടിയ ഡിസ്ട്രാക്ഷൻ, ഭക്ഷണം കുറഞ്ഞ ഡിസ്ട്രാക്ഷൻ, ചൂട് കൂടിയ ഡിസ്ട്രാക്ഷൻ, വിശപ്പിന്റെ ഡിസ്ട്രാക്ഷൻ, പല പ്രശ്നങ്ങളുണ്ട്, തൊട്ടടുത്തുള്ള ആളുകളുടെ ഡിസ്ട്രാക്ഷൻസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ കുട്ടിയുടെ പ്രിഫറബിൾ ടൈമാണ് അവിടെ നൽകുന്നത്. ഒരു കുഞ്ഞിന് തോന്നുകയാണ്, എനിക്ക് ഇപ്പൊ ഈ സബ്ജക്റ്റ് കേൾക്കണം, വായിക്കണം, പഠിക്കണം. ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. അതെവിടെ ഇല്ല? ഒരു ട്യൂഷൻ സെന്ററിൽ ലഭ്യമല്ല, ഒരു സ്കൂളിൽ ലഭ്യമല്ല. രണ്ടാമത്തേത്, ഒരു സ്കൂളിലെ ഒരു അധ്യാപകൻ മാത്സിന് 12 പാഠമാണെങ്കിൽ 12 പാഠം ആ വർഷം 1 ടൈമാണ് പഠിപ്പിക്കുക. ക്ലിയർ? അതിലെ ഏറ്റവും ഒരു സിലബസ് സെറ്റ് ചെയ്യുമ്പോൾ 10 ചാപ്റ്റർ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നാമത്തേത് സിമ്പിൾ, രണ്ടാമത്തേത് ആവറേജ്, മൂന്നാമത്തേത് ടഫ്. ഇതെന്തിനുള്ള ക്രൈറ്റീരിയ? ഒരു പാഠപുസ്തകത്തിൽ പാഠങ്ങൾക്ക് ഈ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം. എല്ലാം സിമ്പിൾ ആവരുത്, എല്ലാം ആവറേജ് ആവരുത്, എല്ലാം ടഫ് ആവരുത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാധകമാണ്. ഇപ്പൊ നമ്മൾ BEdനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ പഠിപ്പിക്കും. അപ്പൊ 100 മാർക്കിന്റെ ചോദ്യത്തിന് 35 മാർക്ക് നിങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തതുണ്ടോ? അത് വേറെ. ആവറേജ് ലെവലുള്ളതുണ്ടോ? അത് വേറെ. ഒരു 30 മാർക്സ് എന്തിനു വേണം? ടഫസ്റ്റ് ആയ ക്വസ്റ്റ്യൻസ് വേണം. ക്ലിയർ? ഇത് ഒരു പാഠപുസ്തകം പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള കണ്ടീഷനാണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള കണ്ടീഷനാണ്. ഇത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ ഈ സിമ്പിളും ആവറേജും ടഫും 3ഉം 1 ടൈം മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഹലോ, ഇത് 3ഉം 1 ടൈം മാത്രമാണ് ആരെ പഠിപ്പിക്കുന്നത്? വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. സിമ്പിൾ പഠിച്ച അതേ സമയവും അതേ ടൈമിങ്ങും കൊണ്ട് ഒരിക്കലും ഒരു ടഫായ സിലബസിന്റെ പാർട്ട് ഒരു കുഞ്ഞിന് പഠിക്കാനോ ഗ്രാഹ്യമാവാനോ സാധ്യമല്ല. വാട്ട് ഈസ് ദ ഓപ്ഷൻ? അവൻ അതിന്റെ റിന്യൂവൽ ആവശ്യമാണ്, അതിന്റെ റിപ്പീറ്റേഷൻ ആവശ്യമാണ്, അതിന്റെ റിറ്റൻഷൻ ആവശ്യമാണ്. അത് ട്യൂഷൻ സെന്ററിൽ നിന്ന് ലഭ്യമല്ല, അത് സ്കൂളിൽ നിന്ന് ലഭ്യമല്ല. അത് ലഭ്യമാകുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ മാത്രമാണ്. നിങ്ങളുടെ കുഞ്ഞ് സ്കൂളിൽ പോവാത്തത് കൊണ്ടല്ല ഇത് പർച്ചേസ് ചെയ്യേണ്ടത്, ട്യൂഷനിൽ പോവാത്തത് കൊണ്ടല്ല പർച്ചേസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കുഞ്ഞിന് ഒരു ദിവസം ലീവായി, അത് എവിടെ നിന്ന് തിരിച്ചു കിട്ടും? ഒരു ദിവസം പോയി, അന്ന് ഫിസിക്കലി അൺഫിറ്റ് ആയിരുന്നു, അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അത് എവിടെ നിന്ന് കിട്ടും? കേട്ടു, മനസ്സിലായി, പക്ഷെ ക്ലിയർ ആയില്ല, എഴുതാവുന്ന തരത്തിലേക്ക് മാറിയില്ല, എവിടെ നിന്ന് കിട്ടും? The one and only option, that is education applications. കാരണം ഈ ഒരാൾ ഒരു വർഷം എത്ര തവണ കാണുന്നു എന്നുള്ളത് ക്രൈറ്റീരിയേ അല്ല, മാനദണ്ഡമേ അല്ല. ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ തൊട്ടടുത്ത് ഒരു മലയാളി ഹോട്ടൽ ഉണ്ട്. 40 രൂപയാണ് ചോറിന്. അൺലിമിറ്റഡ് ആണ് ഫുഡ്. മലയാളീസ് ഫുള്ള് അവിടെയാണ് പോകാൻ. ദുനിയാവിൽ അൺലിമിറ്റഡ് ഫുഡ് ഉള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ മലയാളികൾ ഉള്ളിടത്ത്. അങ്ങനെ 4ാം തവണയും സാർ 4ാം തവണയും ഒരാൾ ചോറിട്ടപ്പോ സപ്ലയർ പറഞ്ഞു, അൺലിമിറ്റഡിന് ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോന്ന്. യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ഡിജിറ്റൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വർഷം ആ കുഞ്ഞ് എത്ര തവണ കാണണം? ദർ ഇസ് നോ ക്രൈറ്റീരിയ. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുവാനുള്ള അവസരം ഇത് മാത്രമേ ഉള്ളൂ.
റൂക്കോൾ എന്ന് പറഞ്ഞ ഒരു പാഠം ഞാൻ 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ പഠിച്ചിരുന്നു. റൂക്കോൾ വാസ് എ മൈസർ. ഒരു പിശുക്കനായ ഒരു മനുഷ്യന്റെ കഥ. ചാക്ക് തുന്നിയിട്ട് വസ്ത്രം ധരിച്ച് ആ ചാക്കിനുള്ളിൽ കിട്ടിയ പണം മുഴുവൻ കെട്ടിവെച്ച് അവസാനം വഴിയോരത്ത് മരിച്ചു കിടക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് നാട്ടുകാർ അടിച്ചു മാറ്റുന്ന ഒരു കഥ. റൂക്കോൾ വാസ് എ മൈസർ. 30-ലധികം തവണ ഞാൻ എഴുതിയ എസ് ഞാൻ കാണാതെ പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ഞാനത് പോയി എഴുതി പാസ്സായത്. കാരണം എന്റെ മുമ്പിൽ അന്ന് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ ഒരു കുഞ്ഞിന് സമ്മാനിക്കുന്ന കോൺഫിഡൻസ്. എല്ലാ സമയത്തും ഒരു കുഞ്ഞിന് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ന്യൂ ജനറേഷൻ ഇൻസ്റ്റയിലാണ്, അല്ലാത്തവര് FBയിലാണ്. എന്താ കാരണം എന്നറിയോ? FBയിൽ വായിക്കണം, ഇൻസ്റ്റയിൽ വായിക്കണ്ട. ഒറ്റ കാരണം അതിനുള്ളൂ. FBയിൽ വായിക്കണം, ഇൻസ്റ്റയിൽ വായിക്കണ്ട. അങ്ങനെ തുറന്നു വെച്ചാൽ മതി, അതിങ്ങനെ പറഞ്ഞു തന്നോളൂ. ഇതാണ് ന്യൂജന്റെ ട്രെൻഡ്. ഇത് തന്നെയാണ് ആപ്ലിക്കേഷൻ. നമ്മൾ അവിടെ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അല്ല, റൈറ്റിംഗ്സ് അല്ല, മറിച്ച് മനോഹരമായ വീഡിയോസ് ആണ്. ആ വീഡിയോസിൽ അവർ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് ആനിമേഷൻ വേണം. 10ാം ക്ലാസ്സിന്റെ ഇനി ഇതുവരെ പറഞ്ഞത് ഇത് പർച്ചേസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയായിരുന്നുവെങ്കിൽ ഇനി പറയുന്നത് നമ്മുടേത് എന്തിനു പർച്ചേസ് ചെയ്യണം എന്നതിന്റെ ആവശ്യകതയാണ്. ഓക്കെ, ട്യൂഷനും സ്കൂളിനും പുറമെ ഒരു ആപ്പ് വേണം. അതിന് നിങ്ങളുടെ ആപ്പ് തന്നെ എന്തിനു പർച്ചേസ് ചെയ്യണം? അതൊരു ചോദ്യമാണ്. കസ്റ്റമറിന് നീഡ് ബോധ്യപ്പെട്ടാൽ രണ്ടാമത്തെ കസ്റ്റമറിന്റെ മുമ്പിലുള്ള പ്രോബ്ലം ഓപ്ഷൻസ് ആണ്. ഏത് സെലക്ട് ചെയ്യണം? കോട്ടയത്ത് നിന്ന് എനിക്ക് എറണാകുളം വരണം, ബൈ ബസ്, ബൈ കാർ, ബൈ ട്രെയിൻ. 3 ഓപ്ഷൻസ് ഉണ്ട്. ഏത് ഓപ്ഷൻ? ആ ഓപ്ഷനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റും. എന്റെ ഒരു അധ്യാപകൻ ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് അദ്ദേഹം വിദേശയാത്ര പോയ കഥ പറഞ്ഞു ക്ലാസ്സിൽ. ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾ എന്തിനാണ് ബോംബെക്ക് ട്രെയിൻ കയറിയത്? നിങ്ങൾക്ക് നേരെ ഇവിടുന്ന് ഫ്ലൈറ്റ് പോയിക്കൂടായിരുന്നു ദുബൈയിലേക്ക്? അദ്ദേഹം എന്നോട് പറഞ്ഞ കമന്റ്, ദുബായിൽ നിന്ന് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റും ബോംബെ വഴിയുള്ള ഫ്ലൈറ്റും ആകുമ്പോൾ 8,000 രൂപയുടെ വ്യത്യാസമുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണേ, 8,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഞാൻ ഇവിടുന്ന് ബോംബെക്ക് ട്രെയിൻ കയറി, 230 ഉറുപ്പ്യ. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ലാംഗ്വേജ്, 230 ഉറുപ്പ്യ. 24 മണിക്കൂർ കൊണ്ട് ഞാൻ അവിടെ എത്തി. 24 മണിക്കൂർ കൊണ്ട് 8,000 രൂപ ലാഭം കിട്ടുന്ന വേറൊരു ബിസിനസ്സും ഞാൻ കണ്ടിട്ടില്ല. ഹലോ. ഇനിയാണ് കസ്റ്റമറിനോട് നിങ്ങൾ എന്തിന് സാൻവോസിറ്റി തന്നെ പർച്ചേസ് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. ഒന്നാമത്തെ ഉത്തരം, സാൻവോസിറ്റിയിലുള്ള അത്ര നമ്പർ ഓഫ് വീഡിയോസ് ഇന്ന് കേരളത്തിലെ ഒരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോമിലും ലഭ്യമല്ല. ഞാൻ പറയുന്നത് 10th, +1, +2, നീറ്റ്, JEE ഈ പ്രോഡക്റ്റുകളുടെ കേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്ര പ്രോഡക്റ്റുകളിൽ ഇത്ര നമ്പർ ഓഫ് വീഡിയോസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമും 54,000 രൂപ പേയ്മെന്റ് വാങ്ങിയുന്ന ബൈജൂസിന് 10th ടോട്ടൽ 76 വീഡിയോസ് ആണ്. നമുക്കുള്ളത് 260 വീഡിയോസ് ആണ്. +1ലും +2ലും 320 വീഡിയോസ് ആണ്. അതിന്റെ 1/3 പോലും മറ്റൊരു പ്ലാറ്റ്ഫോമിലും നമുക്ക് കാണാൻ കഴിയില്ല. ഒന്ന്, നമ്പർ ഓഫ് വീഡിയോസ്. അത് എന്തിനാ നമ്പർ ഓഫ് വീഡിയോസ്? കൺസോൾട്ടേഷൻ മാത്രമല്ല ഉള്ളത്. ഒരു ചാപ്റ്റർ ഒരു കുഞ്ഞിന് മനസ്സിലായില്ല, ഒരാഴ്ച ഒരു കുഞ്ഞിന് ലീവായി, പ്രശ്നമായി, ഒരു മാസം ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഇപ്പൊ സംഭവിച്ചിട്ട് വീട്ടിലിരുന്നു. ഇതൊക്കെ ഒരു ക്ലാസ് റെഗുലറായി മെയിൻറ്റെയിൻ ചെയ്യാവുന്ന അതേ ഓപ്ഷൻസ് അതിനകത്ത് കിടക്കുന്നു എന്നതാണ് അവരുടെ മുമ്പിലുള്ള സാധ്യത. ഇതാണ് ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി. ഏറ്റവും നമ്പർ ഓഫ് വീഡിയോസ്, അതോടൊപ്പം ഏറ്റവും മനോഹരമായ ആനിമേഷൻ സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്ന ഏറ്റവും മനോഹരമായ സംവിധാനം. മൂന്നാമത്തേത്, ഇത്ര റെപ്യൂട്ടഡ് ആയ ഫാക്കൽറ്റികൾ മറ്റു പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ളത് ജസ്റ്റ് എഞ്ചിനീയറിംഗോ ഗ്രാജുവേഷനോ കഴിഞ്ഞ യങ്സ്റ്റേഴ്സിന്റെ ഏറ്റവും ചെറിയ പയ്യന്മാരുടെ ക്ലാസ്സുകളാണ്. ഇതിലുള്ളതോ ഗവൺമെന്റ് സർവീസിലുള്ള നിലവിൽ വർക്കിംഗ് ആയ ഏറ്റവും റെപ്യൂട്ടഡ് ആയ എൻട്രൻസ് ഫീൽഡിൽ ഏറ്റവും 10 years 20 years ഒക്കെയുള്ള 10 and 15 years എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ട് ഫാക്കൽറ്റികളാണ് ഇതിലെ ക്ലാസ് എടുക്കുന്നത്. യെസ്, ഇവിടെയാണ് കസ്റ്റമറിന് നമ്മൾ അവയർനെസ് മാർക്കറ്റിംഗ് കൊടുക്കേണ്ടത്. ഒറ്റ ചോദ്യത്തിന് ഉത്തരമേ ഉള്ളൂ, ഞാൻ ഇതിനെക്കുറിച്ച് അവെയർ ആണോ എന്ന ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം കാണേണ്ടത്. ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായി അവെയർ അല്ല എങ്കിൽ ഒരിക്കലും എനിക്ക് എന്റെ കസ്റ്റമറെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല.
ഞാൻ അദ്ദേഹത്തോട് പറയും, അദ്ദേഹത്തിന് ചില കൺഫ്യൂഷൻസ് വരും. അത് നമ്മുടെ പ്രസന്റേഷന്റെ പ്രശ്നമാണ്. ആ കൺഫ്യൂഷൻസിന് ക്ലാരിഫിക്കേഷൻ ആണ് അദ്ദേഹത്തിന് ആവശ്യം. ഇറ്റ് ഈസ് നോട്ട് റിജക്ഷൻ. പക്ഷെ നമ്മുടെ കയ്യിൽ ക്ലാരിറ്റി ഇല്ല, അതുകൊണ്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഒബ്ജക്ഷൻസ്, ക്ലാരിഫിക്കേഷൻസ് അവിടെ റിജക്ഷനായി മാറുന്നു. അദ്ദേഹം റിജക്റ്റ് ചെയ്തതല്ല. റിജക്ഷന്റെ കാരണം നമ്മളാണ്. നമ്മൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായി, നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ല, കൊണ്ടു നടക്കണ്ട, കൊണ്ടുപോയി കൊടുക്കണ്ട, ലോജിസ്റ്റിക്സ് വേണ്ട, ഡെലിവറി ചാർജ് വേണ്ട, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു കസ്റ്റമർ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ഫിസിക്കൽ പ്രോഡക്റ്റ് വാങ്ങുന്ന ഭാവത്തോടു കൂടിയല്ല വാങ്ങുന്നത്. ഹലോ, ഡിജിറ്റൽ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഫിസിക്കൽ പ്രോഡക്റ്റ് വാങ്ങുന്ന ഭാവത്തോടു കൂടിയല്ല. അതിന് അവർക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ ബോധ്യം എന്താ? ഇതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവോ? ഇമ്പാക്റ്റ് ഉണ്ടാവോ? ശരിയാണോ? പണം കൊടുത്താൽ പോവുമോ? ഇതൊക്കെയുള്ള ഫീലിങ്സ് അവരുടെ കേസിൽ ഉണ്ടാവാം. ഇതൊരു നെറ്റ്വർക്കർ ഉണ്ടാകുന്ന പ്രശ്നമല്ല. കാരണം അദ്ദേഹം ഇത് ഉപയോഗിക്കാൻ വാങ്ങിയതായിക്കൊള്ളും എന്നില്ല. പക്ഷെ ഇതൊരു എൻഡ് കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ സൊല്യൂഷൻസ് കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് മുഴുവൻ സൊല്യൂഷൻ പോയിന്റും നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ട്. പക്ഷെ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നതാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ആലോചിച്ചാല്, നമ്മൾ ചില മൊബൈൽ മേടിക്കും, അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സ്മാർട്ട്നെസിന്റെ 20% പോലും നമ്മൾ മനസ്സിലാക്കൂല. എന്നിട്ട് അതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കുന്നില്ല. മൊബൈൽ ഷോപ്പിലെ പയ്യന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഒരു 1.5 മിനിറ്റ് കൊണ്ട് അത് റെഡി, അത് റെഡിയായി, പ്രശ്നമില്ല. അപ്പൊ നമുക്ക് വീണ്ടും കൺഫ്യൂഷൻ, ശരിയായോ? ഇതായിരുന്നു പ്രശ്നം. അത് റെഡിയാണ്. എത്ര വേണ്ടി? ഒന്നും വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. എന്തേ കാരണം? അതൊരു പ്രശ്നമേ അല്ല അവനെ സംബന്ധിച്ച്. പക്ഷെ നമുക്കതൊരു വലിയ പ്രോബ്ലം ആയിരുന്നു. 3 ദിവസം നമ്മൾ അലട്ടിയിരുന്ന, നമ്മളെ മെസ്സേജിങ് പോവാത്ത, നമ്മുടെ സ്റ്റോറേജ് ഇഷ്യൂ ആയ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. എന്തേ കാരണം? അതിനകത്ത് ഏതോ സെറ്റിങ്സിൽ ഏതോ ഒരു അലോ കൊടുക്കേണ്ടിയിരുന്നു. അതെവിടെയാണ് എന്ന് നമുക്കറിയില്ല. ഹലോ, അതുകൊണ്ട് നമ്മൾ ആ ഫോണിനെ കുറ്റം പറഞ്ഞു നടന്നു. കാരണം ആരായിരുന്നു? അതിനെക്കുറിച്ച് അറിയാത്തവൻ അത് വാങ്ങാൻ പാടില്ലായിരുന്നു. വാങ്ങിയ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടിയിരുന്നു. ഏറ്റവും മിനിമം നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങിയാൽ അതിനെക്കുറിച്ചുള്ള, ആ മൊബൈലിനെ കുറിച്ചുള്ള 5 ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും. നമ്മളത് കാണണം. എന്തിനാണ്? അല്ലെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? ഓ, ഇത് ഇങ്ങനെയൊക്കെ ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിരുന്ന. ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിന്റെ S23 അൾട്രയാണ്. ഇത് ഉപയോഗിക്കുന്ന ഒരാൾ 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അകത്തൊരു പേന ഉള്ളത് കാണുന്നത്. യെസ്, നമ്മളുടെ സെല്ലിംഗ് പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ടീമിന് അത് ഷെയർ ചെയ്യാൻ കഴിയൂ. ഒരാളുടെ മുമ്പിൽ അത് കോൺഫിഡൻസോട് കൂടി പ്രസന്റ് ചെയ്യാൻ കഴിയൂ. നമ്മുടെ പ്രസന്റേഷൻ കോൺഫിഡന്റ് അല്ല എങ്കിൽ അത് ആ കസ്റ്റമറിന് നമ്മുടെ പ്രസന്റേഷൻ തന്നെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ ചില ഭാഗങ്ങളെ സ്കിപ്പ് ചെയ്യുന്നു. കാരണം എന്താ? ഇതിനെക്കുറിച്ച് ഇയാളൊന്നും ചോദിക്കരുത്. ഹലോ, ഇതിനെക്കുറിച്ച് ഇയാളൊന്നും ചോദിക്കരുത്. മാത്സിന്റെ ട്രിക്കുകളാണ് നമ്മുടെ വീഡിയോസ്. എന്ത് ട്രിക്ക് എന്ന് ചോദിച്ചാൽ കുടുങ്ങി. കാരണം എന്ത് ട്രിക്കാന്ന് ആർക്കറിയില്ല? വിൽക്കുന്നവൻ അറിയില്ല. ഒരിക്കലും അത് വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. നമ്മൾക്ക് എന്തേ വേറെ ഉത്തരവാദിത്തമുള്ളത്? നമുക്ക് ഉത്തരവാദിത്തമുള്ളത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കലാണ്. ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു, കുറെ സംസാരിച്ചു. നിങ്ങൾ എന്ത് പഠിച്ചാ? ഞാനന്ന് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ എന്റെ വാപ്പന്റെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഇപ്പൊ എനിക്ക് 5 മക്കളുണ്ട്, 3 പേരക്കുട്ടികളുണ്ട്, അങ്ങനെ പോകുന്നു. വയസ്സ് 19 ആയിട്ടുണ്ട്. പക്ഷെ അവരെന്നോട് വന്ന് സംസാരിക്കുന്നത് എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ ബ്രെയിനിൽ നിന്ന് കാൽമുട്ടിലേക്ക് പോകുന്ന ന്യൂറോ സിസ്റ്റത്തിന്റെ പാറ്റേൺ. കാൽമുട്ട് വേദന വരുമ്പോ അത് നിങ്ങൾക്ക് മൈഗ്രെയിനും ഹെഡേക്കും ഉണ്ടാക്കാനുള്ള സയന്റിഫിക് ആയ കാരണങ്ങൾ. ഒരു കാൽമുട്ടിന്റെ ഈ കവറിങ്ങിലുള്ള 100ഓളം വരുന്ന ന്യൂറൽ പാത്വേകളുടെ സർക്കുലേഷൻസുകൾ. ഓക്കെ, 8ാം ക്ലാസ്സില് വൃക്കയുടെ ഛേദം വരക്കാൻ പറഞ്ഞിട്ട് റെഡിയാവാനായിട്ട് തോറ്റു പോകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. പക്ഷേ ഇതെങ്ങനെ ഇപ്പൊ പഠിച്ചു? ദർ ഈസ് നോ അതർ എനി ഓപ്ഷൻ.
എനിക്ക് വിൽക്കേണ്ടത് വെൽനെസ്സുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് മനുഷ്യന്റെ അനാട്ടമി ഞാൻ പഠിച്ചേ മതിയാകൂ എന്ന ബോധ്യത്തിൽ നിന്ന് അവരത് പഠിക്കാൻ തയ്യാറാകുന്നു. നമ്മളിത് പഠിക്കാൻ തയ്യാറല്ലേ? ഏറനാടൻ ഭാഷ പറഞ്ഞ വേറെ പണി നോക്കുന്നത് നല്ലത്. നമ്മളിത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്കിത് സെല്ല് ഇത് ഇതിന്റെ മാത്രം ബാധ്യതയല്ല. എന്തൊരു സാധനം വിൽക്കുന്നവനും വിൽക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് 100% അയാൾ എന്തായിരിക്കണം? ട്രസ്റ്റി ആയിരിക്കണം. ഇത് എഴുതാൻ പറ്റിയതല്ല, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നതാണ് എന്ന ഫീലിംഗ് എന്റെ ഉള്ളിലുണ്ട് എങ്കിൽ എനിക്ക് എന്റെ പ്രസന്റേഷനകത്ത് സ്റ്റക്ക് വരും. കാരണം ഐ ആം നോട്ട് കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ് സെൽഫ്. ഞാൻ ഇതിനെക്കുറിച്ച് കോൺഫിഡന്റ് അല്ല. ഞാൻ ഡയറി വിൽപ്പനക്കാരനാണ്. ഈ ഡയറി വിൽക്കുന്ന സമയത്ത് ഇതിന്റെ പേജ് ക്വാളിറ്റി ഇല്ല എന്ന് എന്റെ ഉള്ളിലുണ്ട് എങ്കിൽ അതെന്റെ പ്രസന്റേഷന് കൃത്യമായി റിഫ്ലക്ട് ചെയ്യും. എനിക്കൊരിക്കലും ഭംഗിയായി ഇത് പ്രസന്റ് ചെയ്യാൻ കഴിയില്ല. എന്താ വേണ്ടത്? നമ്മൾ ആദ്യം നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും സെൽഫ് അവെയർ ആവുക. ആ സെൽഫ് അവെയർ നിന്നും മാത്രമേ അവയർനെസ് മാർക്കറ്റിംഗ് നടക്കൂ. അപ്പൊ ഒരു കൺഫ്യൂഷൻ ബാക്കിയുണ്ട്. ഞാനൊരാളോട് ചെന്നൈയിൽ ചായ കച്ചവടം നടത്തുന്ന ആളാണ്, നമ്മുടെ സുഹൃത്താണ്. ഇതൊക്കെ സംസാരിച്ചു, പ്ലാനൊക്കെ കേട്ടു, ഗംഭീര സംഭവം. പക്ഷെ സമദ് മാഷെ, ഞാൻ അന്ന് 9ാം ക്ലാസ് പഠനം നിർത്തിയിട്ട് പോകുന്നതാണ്. ഇപ്പൊ ഇവിടെ ചായ കച്ചവടം പരിപാടിയൊക്കെ വേറെ ഒരുപാട് നെറ്റ്വർക്ക് ചെയ്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയാടാ. പക്ഷേ എഡ്യൂക്കേഷൻ പ്രോഡക്റ്റ് വിൽക്കാൻ എനിക്ക് കഴിയോ? ഹലോ. കാരണം ഐ ആം നോട്ട് എഡ്യൂക്കേറ്റഡ്. ഹലോ. ഐ ആം നോട്ട് എഡ്യൂക്കേറ്റഡ്. എന്തേ കാരണം? ആളുകളുടെ ധാരണ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പഠിക്കുന്നതാണ് എന്നാണ്. വാട്ട് യു ഹാവ് ലേൺ ഫ്രം യുവർ ലൈഫ് എക്സ്പീരിയൻസ്, റിയലി ദാറ്റ് ഇസ് ദ എഡ്യൂക്കേഷൻ. ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു, അതാണ് എഡ്യൂക്കേഷൻ. അജ്ഫാനിന്റെ ഓണർ ഇപ്പൊ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു. 4ാം ക്ലാസ്സും നാടൻ തല്ലുമാണ് എന്റെ കൈമുതൽ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ വർഷം 350 കോടി രൂപ സക്കാത്ത് കൊടുത്തത്. ലാഭം കിട്ടിയതല്ല കേട്ടാ. ലാഭത്തിന്റെ 2.5% 350 കോടിയാണ്. ഞാൻ ഈ വർഷം 350 കോടി സക്കാത്ത് കൊടുത്തത് 4ാം ക്ലാസ്സിന്റെ പഠനത്തിൽ വെച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, പഠനം എന്ന് പറയുന്നത് സ്കൂളിൽ പോയി വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് അല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അങ്ങനെയാണെങ്കിൽ എന്റെ HR-ൽ 50-ലധികം ആൾക്കാരുണ്ട്, MBA കഴിഞ്ഞ ആൾക്കാർ. അവർക്കൊക്കെ ഇത് തുടങ്ങാൻ പറ്റണ്ടേ? സീതി ഹാജി കേരള നിയമസഭയിൽ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസം ഡിഗ്രിയാണ് എങ്കിൽ എന്റെ വിദ്യാഭ്യാസം LP ആണ്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലോവർ പ്രൈമറി അല്ല, മറിച്ച് ലോക പരിചയമാണ് എന്ന്. അത് തന്നെയാണ് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഇതിനെയാണോ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഇതാണോ എന്റെ ഫോക്കസ്? ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. എവിടെ നിന്ന് പഠിക്കും? കഴിഞ്ഞ ഇത്രയും നാളുകളിലെ വണ്ടർ വേൾഡിന്റെ സൂം പ്ലാറ്റ്ഫോമിന്റെ റെക്കോർഡിംഗ് നിങ്ങൾ കേട്ടാൽ മാത്രം മതി. 100% അബവ് കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് ഇത് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മൺഡേ മുതൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഓരോ ദിവസം ഓരോ പ്രോഡക്റ്റ്, ഇന്ന് ഞാൻ കോമൺ ആയിട്ടാണ് സംസാരിച്ചതെങ്കിൽ ഓരോ ദിവസം ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് മാർക്കറ്റിംഗ് ആണ് നമ്മുടെ സെഷന്. ഫസ്റ്റ് ഡേയില് ഏതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്, ആ ഫസ്റ്റ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് മാർക്കറ്റിംഗ്. സെക്കൻഡ് 8 ദിവസം കൊണ്ട് നമ്മുടെ 8 പ്രോഡക്റ്റുകൾ. 9ാം ദിവസം ആ സമയമാകുമ്പോഴേക്ക് ലോഞ്ച് ചെയ്യുന്ന 1000 രൂപയുടെ അല്ലെ ഏറ്റവും കുറഞ്ഞ പ്രൈസിന്റെ ഏറ്റവും മനോഹരമായ ഒരു പുതിയ പ്രോഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്യുന്നു. ഒരുപക്ഷെ കുട്ടികൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള, ഈ സമയത്ത് ഏറ്റവും ഭംഗിയായി വിൽക്കാൻ പറ്റുന്ന, ഏതൊരു രക്ഷിതാവിനെയും കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു പുതിയ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് എന്നുള്ളത് ആപ്റ്റിറ്റ്യൂഡാണ്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ആവേണ്ടിയിരുന്നത് എന്ന് നമുക്കറിയില്ല എന്നുള്ളതാണ്. ഒരു കുഞ്ഞിനെ ഏറ്റവും, അതിന് കുറെ അവയർനെസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ ഡിസ്കഷൻ നടത്തും. ഏറ്റവും ഭംഗിയായി എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നിങ്ങൾ വിധേയരാവേണ്ടത് എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നതോടുകൂടി ഒരു വലിയ കമ്മ്യൂണിറ്റി ക്രിയേഷൻ ബൂമിങ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നടക്കാൻ പോകുന്നു. കാരണം മാർക്കറ്റ് റിക്വയർമെന്റ് ഉള്ള അത്രയും ഒരു നീഡി പ്രോഡക്റ്റ്. രണ്ടാമത്തെ, ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ എന്താ പറയാ, അത് ആ പ്രായത്തിലുള്ള കുട്ടികൾ എനിക്കില്ലല്ലോ. യെസ്, എല്ലാ ഒബ്ജക്ഷൻസുകൾക്കും മറികടക്കാൻ പറ്റുന്ന. രണ്ടാമത്തെ ഒന്ന്, ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വിൽക്കാൻ പറ്റുന്ന. അതിലൂടെ പുതിയ കസ്റ്റമർ ക്രിയേഷൻ, കമ്മ്യൂണിറ്റി ക്രിയേഷൻ നടത്താൻ പറ്റുന്ന ഏറ്റവും പുതിയ ചാൻസുകൾ വരുന്നു. പഠിക്കാൻ തയ്യാറാവുക. കാരണം നമ്മൾ ഒരുങ്ങുന്നത് പഠിപ്പിക്കാനാണ്. നമ്മുടെ ബിസിനസ് എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട്
നമ്മൾക്കുള്ള ബാക്ക് വെച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. അത് വലിയ ചേഞ്ച് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ആവുക തന്നെ ചെയ്യും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഓൾ.